അവിടെ എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിൽ എന്താണ് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വിളയിക്കാം 100 മെയിൻ. ഓക്കെ, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും പിന്നെ സങ്കരയിന വിത്തുകളെ പറ്റിയും പിന്നെ എന്താണ് നമ്മുടെ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് നടന്ന കുറച്ച് എന്താണ് നമ്മുടെ പിയൂണിൻ്റെ എക്സാമിനൊക്കെ നമ്മളെ കേരള അഗ്രികൾച്ചർ ബാങ്ക് പിയൂണിൻ്റെ എക്സാമിനൊക്കെ ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നമ്മളെ നാഗപതി വയ്ക്കലിനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. നമുക്ക് എന്താണ്ടാ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം തന്നെ എന്താണ്ടാ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. എന്താണ്ടാ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, കായിക പ്രജനനം എന്താണ്ടാ കായിക പ്രജനനം? ഇത്രയേ ഉള്ളൂ. നമ്മുടെ സസ്യങ്ങളിലെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഓക്കെ, നമ്മുടെ സസ്യത്തിലെ എന്താണ്ടാ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഓക്കെ, നമ്മുടെ സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം ഓക്കെ എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഓക്കെ, അപ്പോൾ എന്താണ്ട കായിക പ്രജനനം? ഓക്കെ, എന്താണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? നമ്മുടെ സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് എന്താണ് നമ്മുടെ സസ്യങ്ങളുടെ കായിക ഭാഗം. അപ്പോൾ ഇത് വെച്ച് എന്താണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്താണ് കായിക പ്രജനനം. ഓക്കെ, അടുത്ത എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, സസ്യങ്ങളിൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം? ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിത്തുകളില്ലേ, നമ്മുടെ സാധാ പോലെ വിത്തുകൾ. ഓക്കെ, ഓരോ ചെടിക്ക് ഓരോ വിത്തുകളില്ലേ, ഈ വിത്തുകൾ ഉപയോഗിച്ച് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിനാണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്താണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിത്തുകളില്ലേ, സസ്യങ്ങൾ ഓരോ ചെടിക്ക് ഓരോ വിത്തുകളില്ലേ, ആ വിത്തുകളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിനെയാണ് എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, അപ്പോൾ കായിക പ്രജനനം എന്താണ്? അത് അലൈംഗികമാണ്. അതെന്താണ്ട അലൈംഗിക പ്രത്യുൽപാദനം. അലൈംഗിക പ്രത്യുൽപാദനം എന്താ നൽകിയിട്ടുണ്ട് ഇവിടെ? അതാ അലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ബോക്സിൽ എന്താണ് പറയുന്നത്? കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനം. കായിക പ്രജനനം എന്താണ്ട നമ്മുടെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇതിനെന്താണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് അലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്താണ്ട വിത്തുകൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, വിത്ത് മുളച്ചു തൈച്ചെടികൾ എന്താണ് നമ്മളെ പുതിയ ചെടികൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈംഗിക പ്രത്യുൽപാദന ഉദാഹരണമാണ് നമ്മളെ വിത്ത് മുളച്ച് സാധാരണ നമ്മൾ വിത്ത് കൊണ്ടിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അലൈംഗിക പ്രത്യുൽപാദനം എന്താണ്ട നമ്മുടെ ഈ സസ്യങ്ങളുടെ ചിലപ്പോൾ നമ്മൾ ചില സസ്യങ്ങളുടെ വേര് കൊണ്ട് ആ വേര് കൊണ്ട് നട്ട സസ്യങ്ങൾ പൊടിക്കും. പിന്നെ എന്താണ് അതിൻ്റെ തണ്ട് കൊണ്ട് നട്ടാലും പിന്നെ എന്താണ് ഇല കൊണ്ട് നട്ടാലും പൊടിക്കും. ഓക്കെ, അതാണ് കായിക പ്രജനനം അഥവാ അലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലും എന്താണ്ടാ നമുക്ക് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത നമ്മൾ PSC ചോദിച്ച ചോദ്യത്തിലോട്ട് പോവേണ്ട നമ്മളെ പതിവയ്ക്കൽ. ഓക്കെ, എന്താണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്? ഓക്കെ, പതിവയ്ക്കൽ രണ്ട് തരത്തിലുണ്ട്. നാഗപതിവയ്ക്കലും വായുപതിവയ്ക്കലും. നാഗപതിവയ്ക്കലും വായുപതിവയ്ക്കലും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ PSC ചോദിച്ചതെന്ന് വെച്ചാൽ നാഗപതിവയ്ക്കലാണ് ചോദിച്ചത്. അതായത് താഴെ പറയുന്നവയിൽ എന്താണ് നാഗപതിവയ്ക്കലിലൂടെ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏത് എന്നാണ് PSC ചോദിച്ചത്. നോക്കാം, പതിവയ്ക്കൽ നോക്കാം. പേര, സപ്പോട്ട, ജാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചോ PSC ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്ട പേര, സപ്പോട്ട, ജാമ്പ, ബദാം, അത്തി. ഓക്കെ, അപ്പോൾ പേര, സപ്പോട്ട, ജാമ്പ, ബദാം, അത്തി അപ്പോൾ തുടങ്ങിയവയിൽ നമുക്ക് പതിവയ്ക്കലിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ മാതൃസസ്യങ്ങളില്ല. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ പേരക്കമ്പ് ഒരു പേരച്ചെടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരമരത്തിൻ്റെ ഒരു കൊമ്പിൽ അതിൽ നിന്ന് വിത്ത് മുളപ്പിക്കുക. അതായത് ഈ പേരയിൽ അവിടെ എന്തെങ്കിലും ചകിരിച്ചോറോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ മണ്ണോ വച്ചിട്ട് അവിടെ പോളിത്തീൻ പേപ്പർ കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് അവിടെ നിന്ന് പുതിയ വേരുകൾ ഉണ്ടാക്കും. ആ ശിഖരത്തിൽ നിന്ന് തന്നെ വേരുകൾ ഉണ്ടാക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് പുതിയൊരു ചെടിയായിട്ട് നമ്മൾ പുതിയൊരു പേരത്തൈയായിട്ട് നമ്മളത് മാറ്റുന്നതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ നൽകിയിട്ടുണ്ട്, പിക്ചർ നൽകിയിട്ടുണ്ട്. ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട്.
ഇതാ ഇതാ ഒരു ഇതിപ്പോൾ പേരയാണെന്ന് വിചാരിച്ചോ. പേരയിലൂടെ എന്താണ് ഈ ഒരു കമ്പ് അവിടെ ഉണ്ട്. ഇവിടെ എന്താണ് ഇവിടുത്തെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യോടാ, അവിടെ താണ്ട ഒരു പോളിത്തീൻ പേപ്പറിനകത്ത് ചാണകപ്പൊടിയോ ചകിരിച്ചോറോ മണ്ണോ വെച്ച് എന്താണ്ടാ അവിടെ പൊതിയും, പോളിത്തീൻ പേപ്പർ വെച്ച് പൊതിയും. എന്നിട്ട് എന്താണ്ടാ അവിടെ നിന്ന് എന്താണ് വേരുകൾ പൊടിച്ച് വരുമ്പോൾ എന്താണ് ആ ഭാഗം എന്താണ്ടാ കട്ട് ചെയ്തിട്ട് ഇത് പുതിയൊരു എന്താണ് ചെടിയായിട്ട് നട്ട് പൊടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ്ട പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പതിവയ്ക്കൽ നടത്തുന്ന കുറച്ച് എന്താണ് സസ്യങ്ങൾക്ക് ഉദാഹരണം നൽകിയിട്ടുണ്ട്. പേര, സപ്പോട്ട, ജാമ്പ, ബദാം, അത്തി. ഓക്കെ, പതിവയ്ക്കൽ ഇതാ ഇവിടെ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്ട നമ്മുടെ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ എന്താണ്ട വേര് മുളപ്പിച്ച ശേഷം എന്താണ് ആ ഭാഗം മുറിച്ചിട്ട് പുതിയ തൈച്ചെടിയാക്കുന്നു. ആ ഭാഗം എന്താണ്ട വേര് വരുമ്പോൾ കട്ട് ചെയ്തെടുത്ത് എന്താണ് ആ കൊണ്ട് നടുന്നു. അപ്പോൾ എന്താണ് പുതിയൊരു ചെടിയോടെ ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. നമ്മളിതെല്ലാം എന്താണ് ചെയ്തിട്ടുള്ളതായിരിക്കും, വീടുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ലെയറിങ് ആയാലും ബഡ്ഡിങ് ആയാലും ഗ്രാഫ്റ്റിംഗ് ഒക്കെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്താണ് PSC ചോദ്യത്തിലോട്ട് പോകാം. എടാ നാഗപതിവയ്ക്കൽ. ഓക്കെ, എന്താണ് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടിയും പതിവയ്ക്കാം. ഓക്കെ, നമ്മളെ കുരുമുളക് ചെടിയിൽ നിന്ന് എന്താണ്ട കുരുമുളക് പോലെ ചെടിയിൽ എന്താണ്ട ഇതിൻ്റെ നീളമുള്ള ശാഖകൾ, അതിൻ്റെ നീളമുള്ള ശാഖകൾ എന്താണ്ട മണ്ണിനടിയിലോട്ട് അതായത് മണ്ണിലേക്ക് വളച്ചു വെച്ച് എന്താണ്ട അവിടെ എന്താണ് മണ്ണിലേക്ക് വളച്ച് വെച്ച് അതിൻ്റെ ശാഖ എന്താണ് നീളമുള്ള ശാഖ മണ്ണിലോട്ട് വെച്ചിട്ട് എന്താണ് അവിടെ കുറച്ച് മണ്ണിട്ട് മൂടി എന്താണ് വേര് മുളപ്പിച്ച് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ എന്താണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. ഓക്കെ, വിവിധ രീതിയിലുള്ള പതിവയ്ക്കലാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 തരത്തിലുള്ള പതിവയ്ക്കൽ. ഏതൊക്കെ ഉണ്ടാ വായു പതിവയ്ക്കലും നാഗപതിവയ്ക്കലും. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ നിന്നാണ് PSC ചോദിച്ചത്. ഇതിൽ കുരുമുളകാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ കുരുമുളകാണ് അന്നത്തെ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. വായു പതിവയ്ക്കൽ നടത്തുന്ന സസ്യങ്ങൾ നോക്കാം. പേരയുണ്ട്, കശുമാവുണ്ട്, സപ്പോട്ടയുണ്ട്, റോസുണ്ട്, ചാമ്പയുണ്ട്, പിന്നെ എന്താണ് അത്തിയുണ്ട്, ബദാം. ഓക്കെ, പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. കാരണം എന്താണ് നൽകിയിരിക്കുന്ന സ്കൂൾ ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ വായു പതിവയ്ക്കലിന് ഏതൊക്കെയുണ്ട ഉദാഹരണങ്ങൾ? പേരയിൽ ചെയ്യാം, കശുമാവി ചെയ്യാം, സപ്പോട്ടയിൽ ചെയ്യാം, റോസ് ചെയ്യാം, നമ്മൾ റോസിൽ ചെയ്യാം, ജാമ്പയ്ക്ക് നമ്മൾ ജാമ്പയിൽ ചെയ്യാം, അത്തി ചെയ്യാം, പിന്നെ എന്താണ് ബദാമിലും ചെയ്യാം. ഓക്കെ, അടുത്തെന്താണ് നാഗപതിവയ്ക്കൽ എന്താണ്ട ബോഗൺവില്ല. ഓക്കെ, നമ്മളെ കടലാസ് പൂക്കൾ അതായത് ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, പിന്നെന്താണ് മുന്തിരി, ജമന്തി, വെറ്റില. ഓക്കെ, അപ്പോൾ നാഗപതിവയ്ക്കൽ നടത്തുന്ന ഏതിലൊക്കെയുണ്ട? ബൊഗേൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ സസ്യങ്ങളിലാണ് എന്താണ് നാഗപതിവയ്ക്കൽ നടത്താൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നാഗപതിവയ്ക്കലിന് എന്താണ് ഉദാഹരണം നമ്മൾ പറഞ്ഞു. വായു പതിവയ്ക്കലിന് എന്താണ് നമ്മൾ ഉദാഹരണം പറഞ്ഞു. നമ്മളെന്താണ് പതിവയ്ക്കൽ നിന്നും നമ്മൾ പറഞ്ഞു. പതിവയ്ക്കൽ എന്താണ്ട നമ്മുടെ മാതൃസസ്യത്തിൻ്റെ ഒരു ശീലത്തിൽ എന്താണ് അതിൻ്റെ തൊലി എന്താണ് നമ്മൾ ചെത്തിക്കളഞ്ഞിട്ട് അവിടെ എന്താണ് നമ്മൾ മണ്ണോ ചാണകപ്പൊടിയോ വെച്ചിട്ട് എന്താണ് പോളിത്തീൻ പേപ്പർ കൊണ്ട് അതൊന്ന് കവർ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് എന്താണ് പിന്നീട് എന്താണ് അവിടെ നിന്നൊരു വേര് മുളച്ച് വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എന്താണ് പുതിയൊരു തൈച്ചെടി ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലെയറിങ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് അടുത്തതിലോട്ട് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞ കായിക പ്രജനനമില്ലേ, നമ്മുടെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാക്കുന്ന രീതിയെ നമ്മൾ പറഞ്ഞു കായിക പ്രജനനം. ഈ കായിക പ്രജനനം ഒരു അലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പറയുന്നത് ഈ കായിക പ്രജനനത്തിന് എന്താണ്ടാ വിജയസാധ്യത, അതായത് അതിൻ്റെ സക്സസ് റേറ്റ് എന്താണ് പരമാവധി കൂട്ടാൻ വേണ്ടി നമ്മളൊരു സസ്യ ഹോർമോൺ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കായിക പ്രജനനം വഴി എന്താണ് നമുക്ക് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം. അതാണ് അതും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. എന്നാലും അതിൻ്റെ ഒരു സക്സസ് എന്താണ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ അതിലെന്താണ് ഒരു സസ്യ ഹോർമോൺ ചേർക്കും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് ആക്സിൻ. ഓക്കെ, അതെന്താണ്ട ആക്സിൻ. ഓക്കെ, അപ്പോൾ എന്താണ്ട നമ്മളെ തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ട നമ്മുടെ ആക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സസ്യ ഹോർമോണാണ്. ആക്സിൻ എന്ന് പറഞ്ഞാൽ സസ്യ ഹോർമോണാണ്. അതായത് നമ്മുടെ കായിക പ്രജനന രീതിയിൽ എന്താണ്ട് അതിൻ്റെ വിജയസാധ്യത കൂട്ടാൻ വേണ്ടി ഈ ആക്സിൻ കലക്കിയ ലായനിയിൽ എന്താണ്ട് ഇത് മുക്കി വെച്ച് എന്താണ് വേര് വരുന്നതിൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഇവിടെ? ആക്സിൻ എന്താണ്ട ഒരു സസ്യ ഹോർമോണാണ്. ആക്സിൻ ഒരു സസ്യ ഹോർമോണാണ്. ഓക്കെ, അടുത്ത എന്താണ് ഗ്രാഫ്റ്റിംഗ്. നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ. ഓക്കെ, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഓക്കെ, അപ്പോൾ കമ്പൊട്ടിക്കൽ എന്താണ്ടാ നമ്മൾ ആദ്യം എന്താണ് നല്ല ഗുണമേന്മയുള്ള എന്താണ്
നല്ല രീതിയിൽ വളർന്ന് നല്ല ഫലപുഷ്ടിയോടെ വളർന്ന് നടക്കുന്ന ഒരു സസ്യത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ഓക്കെ, അതിൻ്റെ കമ്പ് എന്തിരിയോടെ ആ സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഒരു കമ്പ് തിരഞ്ഞെടുക്കും. അതായത് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ട ഒരു കമ്പ് തിരഞ്ഞെടുക്കും. നല്ല ഗുണമേന്മയുള്ള നല്ലൊരു ചെടി നമ്മൾ തിരഞ്ഞെടുക്കും. അതെന്ത് അതേ വർഗ്ഗത്തിൽപ്പെട്ട എന്താണ് വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ എന്താണ് ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കമ്പൊട്ടിക്കൽ അതോ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് സ്റ്റോക്ക് അഥവാ സയൺ, ഈ രണ്ട് വേർഡ് ഇതിൽ പഠിച്ചു വയ്ക്കണം. ഓക്കെ, കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിങ്ങിൽ PSC ചോദിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും എന്താണ് സ്റ്റോക്കും സയണും എന്താണെന്ന്. ഓക്കെ, അതെവിടെ നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് സയൺ. നമുക്ക് നോക്കാം സ്റ്റോക്കും സയണും എന്താണെന്ന്. ഓക്കെ, സ്റ്റോക്ക് എന്താണ്ടാ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്താണ് സ്റ്റോക്ക് അഥവാ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്നും ഒട്ടിക്കുന്ന കമ്പനി എന്താണ് സയൺ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം നമ്മളൊരു ശിഖരം തിരഞ്ഞെടുക്കില്ലേ ഒട്ടിക്കാനായിട്ട്, അതിന് സയൺ എന്ന് പറയുന്നു. നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന ശിഖരത്തെ സയൺ എന്ന് പറയുന്നു. ഈ സയൺ ഏതിലാണോ ഒട്ടിക്കുന്നത് അതിനെന്താണ്ടാ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. റൂട്ട് സ്റ്റോക്ക് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ ആദ്യം നമ്മൾ നല്ലൊരു ചെടിയെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിൻ്റെ ശിഖരത്തെ അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ട് വേർഡ് നമ്മൾ പഠിച്ചു വയ്ക്കണം. സയണും പിന്നെ റൂട്ട് സ്റ്റോക്കും. നമ്മൾ ഒട്ടിക്കാനായി എടുക്കുന്ന കമ്പിനെ പറയുന്നത് സയൺ എന്നാണ് പറയുന്നത്. ഒട്ടിക്കാനെടുക്കുന്ന കമ്പിനെ സയൺ. ഏതിലാണോ ഒട്ടിക്കുന്നത് അതിൻ്റെ റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, നമ്മളോട് എന്താണ് പറഞ്ഞത് ആക്സിൻ പറഞ്ഞു. സസ്യ ഹോർമോണാണ്. നമ്മുടെ കായിക പ്രജനനം നടത്തുമ്പോൾ വേര് മുളയ്ക്കുന്നതിന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ആക്സിൻ എന്ന സസ്യ ഹോർമോൺ ചേർത്ത ലായനിയിൽ മുക്കി വെച്ച് വേര് മുളപ്പിക്കുന്നത് സ്പീഡപ്പ് ആക്കുന്നു. അടുത്ത കമ്പൊട്ടിക്കയിൽ റൂട്ട് സ്റ്റോക്കും പറഞ്ഞു സയണും പറഞ്ഞു. റൂട്ട് സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ സസ്യത്തെ അതിലാണ് ഒട്ടിക്കുന്നത് അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഒട്ടിക്കുന്ന കമ്പിനെ അഥവാ സയൺ അഥവാ ഒട്ടുകമ്പെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത നമ്മൾ ലെയറിങ്ങും പറഞ്ഞു, ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു. അടുത്ത ബഡ്ഡിങ്. ഓക്കെ, ബഡ്ഡിങ് അഥവാ മുകുളം ഒട്ടിക്കൽ. അവിടെ ഒട്ടിക്കുന്നത് അതിൻ്റെ മുകുളമാണ് ഒട്ടിക്കുന്നത്. അത്രയേ ഉള്ളൂ, ആ വേടി തന്നെ ഉണ്ട്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം. ഓക്കെ, നമ്മൾ നേരത്തെ കമ്പാണ് ഒട്ടിച്ചത്. ഇവിടെ ഇവിടെ നമ്മൾ ആ സസ്യത്തിന് മുകുളം ഒട്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മുകുളം എടുക്കാൻ ഗുണമേന്മയുള്ള നല്ലൊരു സസ്യത്തെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ആ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോടുകൂടി മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച പുതിയൊരു തൈച്ചെടി ഉണ്ടാക്കുന്നതാണ് മുകുളം ഒട്ടിക്കൽ. ഓക്കെ, നമുക്ക് അതിൽ തന്നെ കിട്ടും. നേരത്തെ നമ്മൾ കമ്പൊട്ടിക്കൽ, ഇവിടെ ഒട്ടിക്കുന്നത് ഇവിടെ മുകുളം ഒട്ടിക്കുന്നു. അവിടെ കമ്പൊട്ടിക്കുന്നു, ഗ്രാഫ്റ്റിംഗ് മുകുളം ഒട്ടിക്കുന്നു അഥവാ ബഡ്ഡിങ്. ആ വേടിയിൽ തന്നെ ലോജിക്ക് വെച്ച് നമുക്ക് അടിക്കാം. ഇത് PSC ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമുക്ക് ആ ഗ്രാഫ്റ്റിങ്ങിൽ റൂട്ട് സ്റ്റോക്കും സയണും ചോദിക്കാവുന്നതാണ്. ആ വേഡ് ഓർത്ത് വെച്ചു, അത് നമ്മൾ അധികാരം കേട്ടിട്ടില്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് സ്റ്റോക്കും സയണും. ഓക്കെ, അടുത്തയാണ് വർഗ്ഗസങ്കരണം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ പോയാണ് വർഗ്ഗസങ്കരണം. ഈ വർഗ്ഗസങ്കരണം വഴിയാണ് ഒരുപാട് നമ്മൾ പഠിക്കുന്ന സങ്കരയിന വിത്തുകളൊക്കെ ഇല്ലേ. ഓക്കെ, അവയൊക്കെ വർഗ്ഗസങ്കരണം വഴിയാണ് നടത്തുന്നത്. ഓക്കെ, വർഗ്ഗസങ്കരണം നോക്കാം. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഓക്കെ, അപ്പോൾ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട സസ്യം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോസാ ചെടി എടുക്കുകയാണെങ്കിൽ രണ്ട് റോസാ ചെടി എടുക്കും. ഓക്കെ, അതൊന്ന് ചുവപ്പ് കളറും ഒന്ന് പച്ച കളറും. ഓക്കെ, അങ്ങനെ എടുത്ത് പച്ച കളറും വരെയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ രണ്ട് ഗുണങ്ങളാണ്. അപ്പോൾ ഒരേ വർഗ്ഗമാണ്, രണ്ടും റോസാ ചെടിയാണ്. രണ്ട് വ്യത്യസ്ത ഗുണം, അതായത് ലഭിക്കുന്ന പൂവിൻ്റെ നിറം വ്യത്യാസമാണ്. അപ്പോൾ ഈ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ ഇന വിത്തുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു കളർ നമുക്കവിടെ വെക്കാം. ഓക്കെ, പച്ചയും നമ്മൾ നേരത്തെ എടുത്ത ചുവപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും മിക്സപ്പ് ആയിട്ടുള്ള പുതിയൊരു പൂ പൂക്കുന്ന പുതിയൊരു റോസാപ്പൂ ഉണ്ടാകുന്ന ചെടി നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് വർഗ്ഗസങ്കരണം വഴിയാണ് നമ്മൾ സങ്കരയിന വിത്തുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഓക്കെ, വർഗ്ഗസങ്കരണം ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഓക്കെ, അപ്പം നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ബഡ്ഡിങ് പറഞ്ഞു, ലെയറിങ് അഥവാ പതിവയ്ക്കൽ പറഞ്ഞു. രണ്ട് തരത്തിലുള്ള പതിവയ്ക്കലുണ്ട്, നാഗപതിവയ്ക്കലുണ്ട്, പിന്നെ വായു പതിവയ്ക്കലുണ്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു?
ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു, കമ്പോട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു, അതിൽ റൂട്ട് സ്റ്റോക്കും സയണും പറഞ്ഞു, പിന്നെ നമ്മളെന്താണ് വർഗ്ഗ സങ്കരണവും പറഞ്ഞു. ഓക്കെ, അടുത്തെന്താണ് നമ്മൾ പറഞ്ഞു വർഗ്ഗസങ്കരണം വഴി എന്താണ് നല്ല ഉൽപ്പാദനശേഷിയുള്ള സങ്കരന വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്താണ് സ്കൂൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ ചന്ദ്രലക്ഷ, തെങ്ങിൻ്റെ ഒരു സങ്കരമാണ് ചന്ദ്രലക്ഷ. അടുത്ത എന്താണ് ഭാഗ്യലക്ഷ്മി, എന്താണ്ട പയറാണ്, ഭാഗ്യലക്ഷ്മി പയറാണ്. നമുക്ക് നോക്കാം. ആദ്യം എന്താണ്ട മുളകാണ്, മുളകിൻ്റെ സങ്കരന വിത്തുകൾ ഏതൊക്കെയുണ്ടാ? ഉജ്ജ്വല ജ്വാലാമുഖി, മുളകിൻ്റെ എന്താണ്ട ഉജ്ജ്വല ജ്വാലാമുഖി, മുളകിൻ്റെ എന്താണ്ട ഉജ്ജ്വല ജ്വാലാമുഖി, മുകളിൽ നമ്മുടെ മുളകിൻ്റെ എന്താണ്ട ഉജ്ജ്വല ജ്വാലാമുഖി മുളകിൻ്റെയാണ്. പയറിൻ്റെ എന്താണ്ട ഒന്ന് അവിടെ പിക്ചർ നൽകിയിട്ടുണ്ട്, ഭാഗ്യലക്ഷ്മി. പയറിൻ്റെ ഒരെണ്ണം എന്താണ്ട ഭാഗ്യലക്ഷ്മി, രണ്ടെന്താണ്ട ജ്യോതിക. ഓക്കെ, അപ്പം മുളക് ഏതൊക്കെയുണ്ട? ഉജ്ജ്വല ജ്വാലാമുഖി മുളക്, ഉജ്ജ്വല ജ്വാലാമുഖി മുളക്, ഉജ്ജ്വല ജ്വാലാമുഖി മുളക്, ജ്യോതിക ഭാഗ്യലക്ഷ്മി പയർ, ജ്യോതിക ഭാഗ്യലക്ഷ്മി പയർ. ഓക്കെ, നെല്ലിൻ്റെ എന്താണ്ട പവിത്ര അന്നപൂർണ, പിന്നെ ഹർസ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെല്ലിൻ്റെ എന്താണ്ട പവിത്ര അന്നപൂർണ ഹർസ. ഓക്കെ, അപ്പോൾ എന്താണ്ട നെല്ലിൻ്റെയൊക്കെ ഉണ്ട് പവിത്ര അന്നപൂർണ ഹർസ. അടുത്ത എന്താണ്ട തെങ്ങ്, തെങ്ങ് എന്താണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. ഓക്കെ, അപ്പോൾ തെങ്ങെന്താണ്ട തെങ്ങെന്താണ്ട ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. ഓക്കെ, അടുത്ത വെണ്ട സൽകീർത്തി കിരൺ, വെണ്ട സൽകീർത്തി കിരൺ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്ട് 5 എണ്ണവും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് അന്നുകൂടെ പറയാം. മുളക് എന്താണ്ട മുളക്, മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, മുളക് എന്താണ്ട ഉജ്ജ്വല ജ്വാലാമുഖി, മുളക് ഉജ്ജ്വല ജ്വാലാമുഖി. പയർ എന്താണ്ട ജ്യോതിക ഭാഗ്യലക്ഷ്മി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, പയർ എന്താണ്ട ജ്യോതിക ഭാഗ്യലക്ഷ്മി. നെല്ലെന്താണ്ട പവിത്ര അന്നപൂർണ, നെല്ലെന്താണ്ട പവിത്ര അന്നപൂർണ നെല്ല്, പവിത്ര അന്നപൂർണ നെല്ലാണ്. ഓക്കെ, തെങ്ങെന്താണ്ട തെങ്ങെന്താണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര തെങ്ങ്, ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര എന്താണ്ട തെങ്ങാണ്. വെണ്ട എന്താണ് സൽകീർത്തി കിരൺ, വെണ്ട എന്താണ്ട സൽകീർത്തി കിരൺ, വെണ്ട സൽകീർത്തി കിരൺ, വെണ്ട സൽകീർത്തി കിരൺ. ഓക്കെ, അടുത്തെന്താണ്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് അതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്, എന്താണ് ബേസ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതെന്താണ്ട നമ്മുടെ കേരള കാർഷിക സർവകലാശാല KAU, അതുകൊണ്ട് പഠിച്ചോളണം. KAU അതായത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU വേണമെങ്കിൽ ചോദിക്കാം. KAU എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെയുണ്ടാ? മണ്ണുത്തി തൃശ്ശൂർ. എവിടെയാണ്? മണ്ണുത്തി തൃശ്ശൂർ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ച് ഗവേഷണങ്ങളും എന്താണ്ട വിജ്ഞാപന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്താണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ എന്താണ്ട നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തിക്കുന്നു. നമ്മുടെ കാർഷിക കോളേജുകളൊക്കെ അതിൽ വരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്ട ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇത് വായിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ തെറ്റിക്കാം. എന്താണ് ഇതാ കിടക്കുന്നു, എന്താണ്ടാ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ ഏതൊക്കെ മേഖലയിലാണ് അവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? വിവിധ ഇനം വിളകൾ, അത് നമുക്കറിയാം. പിന്നെന്താണ് മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇവർ ഓരോ പ്രോഗ്രാം നടപ്പാക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് വിവിധ ഇനം വിളകൾ, അതെല്ലാവർക്കും അറിയാം. പിന്നെന്താണ് മൃഗങ്ങൾ, പക്ഷികൾ. ഓക്കെ, അപ്പോൾ കേരള കാർഷിക സർവകലാശാല ഏതൊക്കെ മേഖലകളിലാണ് അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിവിധ ഇനം വിളകൾ, പിന്നെന്താണ് മൃഗങ്ങൾ, പിന്നെന്താണ് പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്ട നമ്മുടെ CTCRI, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അതായത് CTCRI എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയുണ്ട്? CTCRI. അതായത് നമ്മുടെ അത് വേണമെങ്കിൽ ഷോർട്ട് ഫോം ചോദിക്കാം, CTCRI എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. എന്താണ്ട കിഴങ്ങു വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ കിഴങ്ങുവിളകളിലോട്ടുള്ള എന്താണ് ധാരാളം കിഴങ്ങുവിളകളില്ലേ, അപ്പോൾ അവയിൽ പുതിയ ഇനങ്ങളെ കണ്ടെത്തുകയും മറ്റെന്താണ് അങ്ങനെയുള്ള ഗവേഷണങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്ട റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII എന്താണ് കോട്ടയത്താണുള്ളത്. ഓക്കെ, അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുണ്ട്? RRI കോട്ടയമാണ്. എന്താണ് അത്യുൽപാദന ശേഷിയുള്ളതും
ഉള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം അവരെന്താണ് ചെയ്യുന്നത്? അത്യുൽപാദന ശേഷിയുള്ള എന്താണ് വിവിധ ഇനം റബ്ബറുകൾ വികസിപ്പിക്കുന്നു. എന്താണ് ഓരോ സ്ഥലത്ത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുതിയ റബ്ബർ തൈകൾ എന്താണ് അവ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അതായത് CPCRI കാസർഗോഡാണ്. ഓക്കെ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ് ഉള്ളത്. ഇവിടെ എന്താണ്? തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ മുതലായ തോട്ടവിളക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ, കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡാണ്. ഓക്കെ, സെറ്റാണ്. നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്തെന്താണ്ടാ? ഹരിത വിപ്ലവം. ഓക്കെ, നമ്മുടെ MS സ്വാമിനാഥനെ പറ്റിയുള്ള ഒരു ബോക്സാണ്. നമുക്ക് നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്ടാ? നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഓക്കെ, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസെ പുരസ്കാരം, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഓക്കെ, അദ്ദേഹം എന്ന് ജനിച്ചത് 1925 ജനിച്ച അദ്ദേഹം എന്നാണ് മരണപ്പെട്ടത് 2023. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. 1925 ജനിച്ച് എന്താണ് 2023 അദ്ദേഹം മരണപ്പെട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം. അപ്പോൾ എന്താണ് അവരെന്താണ് ചെയ്തത്? അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? നമ്മുടെ തെക്കിഴക്കൻ രാജ്യങ്ങളിൽ മിക്ക തെക്കിഴക്കൻ രാജ്യങ്ങളിൽ പട്ടിണി മാറ്റാൻ MS സ്വാമിനാഥൻ്റെ ഗവേഷണങ്ങൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അടുത്തെന്താണ്? സിമ്പിൾ ഒരു ബോക്സാണ്. ജൈവവളങ്ങളും രാസവളങ്ങളും. ഓക്കെ, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതിയിട്ടുള്ളതാണ്. രാസവളങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ജൈവവളങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിച്ചിട്ടുള്ളതിനാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജൈവവളങ്ങൾ എങ്ങനെയാണ്? ജൈവവസ്തുക്കളിൽ നിന്നുണ്ടാക്കും. നമ്മുടെ ചാണകവും പിന്നെ സസ്യാവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഈ ജൈവവളങ്ങൾ നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇവ കൂടുതൽ അളവിൽ വേണം. ഓക്കെ, അപ്പോൾ ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. ഇവ കൂടുതൽ അളവിൽ വേണ്ടി വരും. ഓക്കെ, നല്ലൊരു റിസൾട്ട് കിട്ടാൻ ജൈവവളങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണ്ടി വരും. മണ്ണിന് ദോഷകരമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ മണ്ണിൽ ഒരുപാട് നമുക്ക് സഹായകരമായ സൂക്ഷ്മജീവികൾ, മണ്ണിരകൾ പോലുള്ളവയുണ്ട്. ഓക്കെ, അപ്പോൾ അവയ്ക്കൊക്കെ ജൈവവളങ്ങൾ ഒരു ദോഷവും ചെയ്യുന്നില്ല. ഒരു നിശ്ചിത ഘടകം മാത്രമേ നൽകാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്നതാണ് കുറവ്, മണ്ണിൽ ഇന്നതാണ് കുറവെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ജൈവവളമില്ല. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത ഘടകത്തിന് മാത്രമായി നൽകാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടി വരും. പിന്നെ മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. കഴിയുകയില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഇതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് അടിക്കാവുന്നതാണ്. ചോദിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് നമ്മളെ കുഴപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഒരു ഇവിടെ ബോക്സ് കിടക്കുന്നത്. ഓക്കെ, രാസവളങ്ങൾ രാസവസ്തുക്കൾ വെച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ മതി. കുറഞ്ഞ അളവിൽ മതി. ഓക്കെ, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ മണ്ണ് മലിനീകരണത്തിന് ഈ രാസവളങ്ങളും കീടനാശിനികളും ഒരു കാരണമാവുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെന്താ? ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ മണ്ണിൽ കുറവുണ്ടെന്നാൽ അതിന് വേണ്ടി മാത്രമുള്ള രാസവളങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് മാത്രം ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഒന്നുകൂടെ പറയാം. രാസവളങ്ങൾ രാസവസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ഓക്കെ, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. അമിതമായ ഉപയോഗം നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമായ ഘടകം മാത്രമായി നൽകാൻ പറ്റും. നമ്മുടെ മണ്ണിന് ആവശ്യമായ ഘടകം മാത്രമായിട്ട് നമുക്ക്
രാസവളങ്ങൾ മണ്ണിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. മെയിനായിട്ട് നമ്മൾ ജൈവവളങ്ങളിൽ നോക്കേണ്ടത് നിശ്ചിത ഘടകം മാത്രമായി എന്താണ് ജൈവവളങ്ങൾ നൽകാൻ കഴിയില്ല. ഓക്കെ, ഒരു നിശ്ചിത ഘടകം മാത്രമായി ജൈവവളങ്ങൾ നൽകാൻ കഴിയുകയില്ല. പിന്നെന്താണ് രാസവളങ്ങൾ എന്താണ്ടാ ആവശ്യമുള്ള നമ്മുടെ മണ്ണിന് എന്താണോ കുറവ് അതുവേണ്ടി മാത്രമുള്ള എന്താണ്ടാ രാസവളങ്ങൾ നമുക്ക് എന്താണ് മണ്ണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്തെന്താണ്ടാ ജീവാണുവളം. ഓക്കെ, സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തി വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. ഓക്കെ, അപ്പോൾ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു എന്നാണ് വളപ്രയോഗം. എന്താണ്ടാ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. PSC 1 മാർക്ക്. എന്താണ്ടാ നമ്മുടെ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണം നമ്മളെ സ്കൂൾ ടെസ്റ്റ് നൽകിയിട്ടുണ്ട്. എന്താണ് സ്യൂഡോമോണസും അസോസ്പൈറില്ലും എന്താണ്ടാ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്ത നമ്മുടെ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ എന്താണ് നമ്മളെ കൃഷിയിൽ എന്താണ് അവ ഇപ്പോൾ പ്രയോജനപ്പെടുത്തി വരുന്നത്. നമ്മുടെ എന്താണ് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്താണ് യും എന്താണ്ടാ നമ്മുടെ കാർഷിക മേഖലയിലോട്ടും കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി എന്താണ് ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധി എന്താണ്ടാ കാർഷിക മേഖലയിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇവ മണ്ണിന് എന്താണ്ടാ നമ്മുടെ മണ്ണിനും പരിസ്ഥിതിക്ക് എന്താണ് ഒരു കോട്ടവും തട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന എന്താണ് ഒരു ടെക്നോളജി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ് അസോസ്പൈറില്ലോ സ്യൂഡോമോണസ്. എന്താണ് അസോസ്പൈറില്ലോ സ്യൂഡോമോണസ് എന്താണ് ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്യൂഡോമോണസും അസോസ്പൈറില്ലോ എന്താണ് ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, സെറ്റാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് സെറികൾച്ചർ, ഫ്ലോറികൾച്ചർ, പിസികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ. ഓക്കെ, ഇതിപ്പോൾ എന്താണ് ഈ ഒരു പോർഷനാണ് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. PSC ചോദിച്ചും അടുത്ത കാര്യമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നേരം നോക്കാം. സെറികൾച്ചർ. സെറികൾച്ചർ എന്തിൻ്റെ ശാസ്ത്രീയമായ ഒരു ഉൽപ്പാദനമാണ്? പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തൽ. ഓക്കെ, അപ്പോൾ സെറികൾച്ചർ എന്താണ്ടാ പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തലുമായി അവയെ എന്താണ് ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്ടാ ഫ്ലോറികൾച്ചർ. ഓക്കെ, ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്ടാ പുഷ്പകൃഷിയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലോറികൾച്ചർ എന്താണ്ടാ പുഷ്പകൃഷിയാണ്. ഓക്കെ, അപ്പോൾ സെറികൾച്ചർ പട്ടുനൂൽ പുഴുക്കളുടെ എന്താണ് ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ എന്നും ഫ്ലോറികൾച്ചർ എന്താണ് പുഷ്പകൃഷി. ഫ്ലോറികൾച്ചർ എന്താണ്ടാ പുഷ്പകൃഷി. അടുത്തെന്താണ്ടാ എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്താണ്ടാ തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ എന്താണ്ടാ തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ എന്താണ്ടാ തേനീച്ച വളർത്തൽ. ക്യൂണികൾച്ചർ എന്താണ് ക്യൂണികൾച്ചർ. ക്യൂണികൾച്ചർ എന്താണ്ടാ മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ എന്താണ് മുയൽ വളർത്തൽ. ഓക്കെ, അപ്പോൾ സെറികൾച്ചർ എന്താണ്ടാ പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തലാണ് സെറികൾച്ചർ. ഓക്കെ, പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തലാണ് സെറികൾച്ചർ. പിന്നെന്താണ്ടാ ഫ്ലോറികൾച്ചർ എന്താണ്ടാ അത് പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്താണ്ടാ തേനീച്ച വളർത്തൽ. തേനീച്ചകളുടെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് എന്താണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തെന്താണ് ക്യൂണികൾച്ചർ. ഓക്കെ, ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ എന്താണ്ടാ മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ എന്താണ്ടാ മുയൽ വളർത്തൽ. ഓക്കെ, ക്യൂണികൾച്ചർ എന്താണ്ടാ മുയൽ വളർത്തൽ. അടുത്ത മഷ്റൂം കൾച്ചർ. അത് നമുക്ക് അതിന് പേരിൽ നിന്ന് തന്നെ നമുക്ക് അടിക്കാം. അത് PSC ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ മഷ്റൂം കൾച്ചർ എന്താണ്ടാ കൂൺ കൃഷി. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി. അടുത്തെന്താണ്ടാ പൗൾട്രി ഫാം. പൗൾട്രി ഫാം നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ റോഡിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ പൗൾട്രി ഫാമുകളില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്ടാ പൗൾട്രി ഫാം എന്താണ്ടാ കോഴി കൃഷിയാണ്. പൗൾട്രി ഫാം കോഴി കൃഷി. ഓക്കെ, അടുത്തെന്താണ്ടാ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. എന്താണ് കന്നുകാലി വളർത്തൽ. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്താണ്ടാ കന്നുകാലി വളർത്തൽ. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്താണ്ടാ കന്നുകാലി വളർത്തൽ. അടുത്ത പിസികൾച്ചർ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മത്സ്യകൃഷി. പിസികൾച്ചർ എന്താണ്ടാ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചാർട്ട് നമ്മൾ പഠിച്ചു. എന്താണെന്ന് നോക്കാം. പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തൽ സെറികൾച്ചർ. പട്ടുനൂൽ പുഴുക്കളുടെ വളർത്തൽ സെറികൾച്ചർ. ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി. ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി. പിന്നെന്താണ് എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. പിന്നെന്താണ്ടാ മുയൽ വളർത്തൽ. മുയൽ വളർത്തൽ എന്താണ്ടാ ക്യൂണികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. പിന്നെന്താണ് മഷ്റൂം കൾച്ചർ. എന്താണ് കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
പൗൾട്രി ഫാം എന്താണ്ടാ നമ്മുടെ കോഴി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്താണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്, കന്നുകാലി വളർത്തൽ, ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. പിന്നെ എന്താണ്ടാ പിസികൾച്ചർ, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിസികൾച്ചർ എന്താണ്ടാ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്ട ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് നമ്മളെന്താണ് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ലെയറിങ് എന്താണെന്ന് പറഞ്ഞു, ബഡ്ഡിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ സങ്കരയിനം വിത്തുകൾ നമ്മൾ പഠിച്ചു, പിന്നെ കേരളത്തിലെ കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ നോക്കി, അവയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു, നമ്മുടെ അസോസ്പൈറിലോസ്, സ്യൂഡോമോണസ് എന്ന് പോലുള്ള ജീവാണു വളങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്ടാ നമ്മുടെ ഓരോ മേഖലയിൽ ചെയ്യുന്ന ശാസ്ത്രീയമായ കൃഷി രീതിയെ പറയുന്ന പേരുകൾ, അതിൽ നമ്മുടെ പിസികൾച്ചറും സെറികൾച്ചറും ഫ്ലോറികൾച്ചറും എപ്പികൾച്ചറും ക്യൂണികൾച്ചറും ഇവയെല്ലാം എന്താണ് PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കും നമ്മുടെ പ്രിലിംസിനായാലും ഏത് പ്രിലിംസിനായാലും നമ്മുടെ 10th ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യം ഉണ്ടായത്. ഓക്കേടാ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ 7ാം ക്ലാസ്സിൽ എന്താണ്ടാ ബേസിക് സയൻസിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ വിളഹിക്കാം നൂറുമേനി എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കേടാ, നമുക്ക് എന്താണ്ടാ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.